ഒളിച്ചോട്ടം അതാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ ഇഷ്യൂ ലെവലിലേക്ക് അത് ഉയരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊന്നും പ്രതികരിക്കാനോ ഞാൻ ഇന്നവരെ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഒന്നുമില്ല. ഞാൻ ഈ സൈസ് എടുക്കുന്നതല്ല. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്ത് നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലൊരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കാമുകനും കാമുകിക്കും ഇടയിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചീറ്റിങ് നടന്നു, അപ്പോൾ വേണമെങ്കിൽ അവന് അത് അറിഞ്ഞു വിഷമിച്ചു, അത് ബ്രേക്കപ്പ് പറയാം. അവന് മാറിയിരുന്ന് എത്ര ദിവസം വേണമെങ്കിലും കരയാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതാകാം. പക്ഷേ ഒരു ഫാമിലി ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. കാരണം ഒരുപക്ഷെ അവിടെ ഒരാൾ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ഫാമിലി ഉണ്ട്, ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ ബാധിക്കുന്നു. ചിലപ്പോൾ അവനൊന്ന് ഒറ്റയ്ക്കിരുന്നൊന്ന് വിഷമിക്കാൻ പോലുള്ള ഒരു ഫ്രീഡം ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പം നിങ്ങൾ ഒരാൾ ചെയ്തൊരു ഒരു തെറ്റിന് അയാളുടെ ഇത് കാണിക്കുന്നു, CCTV വിഷ്വൽസ് കാണിക്കുന്നു, അതിനെ നിങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന തന്നെ മാക്സിമം സ്പ്രെഡ് ചെയ്യുന്നു. അയാൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി, ഒരാൾ ചെയ്ത് തെറ്റാണെന്ന് ആലോചിക്കണം, അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ കസിൻസോ അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാമാണ് നിങ്ങൾ വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ ഒരാൾ ചെയ്തൊരു കാര്യത്തിന്. അപ്പോൾ ഇത് സമൂഹത്തിന് ദോഷമുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെങ്കിലും ഓക്കെ, ഇത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഇത് എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ഡിസ്കസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ പോട്ടെ ഒരു 90% കാര്യങ്ങൾ അറിയാമോ? ആർക്കും അറിയത്തില്ല. എനിക്ക് ഈ പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററെയോ അയാളുടെ വൈഫിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല. പേഴ്സണലി ഒരു സൗഹൃദം പോലും ഇല്ല. പണ്ടെപ്പോഴോ അദ്ദേഹം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മളങ്ങോട്ട് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഒരു രീതിയിൽ ഒരു പരിചയമില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ. എനിക്ക് കമൻസിൽ ഒരുപാട് പേര് പറഞ്ഞു എന്നോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്, ഇതൊരു വീഡിയോ ചെയ്യണമെന്ന്. ആരാണ് പറയുന്നവനെയാണ് ആദ്യം ഇടിക്കാൻ. കാരണം വേറൊരുത്തൻ്റെ ഫാമിലി നടക്കുന്ന വിവരങ്ങൾ ഒരാൾ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യണമെന്ന് പറയണമെന്ന്. ഇത് ആർക്കാണ് ഇത് അറിയാൻ എത്ര താല്പര്യം? ഒരാളുടെ ഫാമിലി ലൈഫിൽ നടക്കുന്ന കാര്യം അറിയാൻ എത്ര താല്പര്യം എന്താണ്? ഓക്കെ, ഒരു സെലിബ്രിറ്റിയുടെ അല്ലെങ്കിൽ ആ രീതിയിൽ ഫെയിമായിട്ട് നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് നമുക്കറിയാനും അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യം തോന്നാം. അത് നല്ല കാര്യം. ഇത് അയാൾക്കും വിഷമം, പറയുന്ന ആളുകൾക്കും വിഷമം, കേൾക്കുന്നവർക്കും വിഷമമുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇത്രയും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയാം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കിട്ടാനും ഒക്കെ വേണ്ടി നമുക്ക് ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വരുന്നത് എവിടെ സൈലൻ്റ് ആവണം എന്ന് തിരിച്ചറിയുന്നിടത്താണ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.